ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്നൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാൻ വിചാരിക്കുകയാണേ. ഇതൊരു പൊറാട്ടയാണോ എന്ന് വെച്ചാൽ പൊറാട്ടയാണെന്നാണ് അതിൻ്റെ പേര്. ഒരു എഗ് പൊറാട്ട ഉണ്ടാക്കിയാലോ, മുട്ട പൊറോട്ട. നമ്മുടെ സാധാരണ പൊറോട്ട പോലെയുള്ള അങ്ങനത്തെ അല്ല, വ്യത്യാസമുണ്ട്. ഇത് ആട്ടമാവിലാണ് നമ്മൾ ചെയ്യുന്നത്. എഗ് പൊറോട്ട എന്ന് തന്നെ പറയാം, മുട്ട പൊറോട്ട. അപ്പോൾ അതിന് ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്ന പോലെ കുഴക്കണം. മൈദ അല്ല, ഗോതമ്പിൽ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് മുട്ട പൊറോട്ട ആയതുകൊണ്ട് മുട്ട വേണ്ടേ, അപ്പോൾ ഒരു 4 മുട്ടയും സാധാരണ ഓംലെറ്റിനൊക്കെ ചെയ്യുന്ന പോലെ പച്ചമുളക്, സവാള, ഉപ്പ് മുതലായ കാര്യങ്ങൾ. അപ്പോൾ ആദ്യം എന്താ വേണ്ടേ? ആദ്യം നമുക്ക് ആട്ട. മൂന്ന് കപ്പ് ആട്ടയും 4 മുട്ടയ്ക്ക് വേണ്ടി ഞാൻ ഇത്രയാണ് പ്ലാൻ ചെയ്യുന്നത്. ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. മാവിനാവശ്യമായ ഉപ്പ് ചേർക്കുന്നു. ആവശ്യം പോലെ ഉപ്പിട്ടിട്ടുണ്ട്. ഇനി ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചിട്ട് കുഴയ്ക്കും. പിന്നെ കുറച്ച് എണ്ണയും വേണ്ടി വരും. ഞാൻ സാധാരണ ചപ്പാത്തിക്കെല്ലാം കുഴയ്ക്കുന്നത്, നമ്മളുടെ ചപ്പാത്തി പൂരി വ്ളോഗ് കാണുക, അതിൽ കുഴയ്ക്കുന്ന രീതി ഞാൻ കാണിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് കുഴച്ചിട്ട് പിന്നെ ഒരല്പം ആട്ടയും കൂടി ഇട്ടിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത്. ഒരു ടേബിൾ സ്പൂണോളം എണ്ണയും കൂടി ചേർക്കാം. സൺഫ്ലവർ ഓയിൽ ഇത്ര ആവശ്യം. 1 ടേബിൾ സ്പൂൺ തന്നെ വേണമെന്നില്ല കേട്ടോ, അതിനെക്കാട്ടി കുറച്ച് ചേർത്താലും മതി. ആദ്യത്തെ ഒരു കുഴയ്ക്കൽ കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഒന്ന് അടച്ച് മാറ്റി വയ്ക്കുക. ഇങ്ങനെ ഇത്രയാക്കിയിട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ്സ് ഇങ്ങനെ ഇരിക്കട്ടെ, 5 to 10 മിനിറ്റ്സ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും എടുത്ത് നന്നായിട്ടൊന്ന് കുഴയ്ക്കും, അത്രേ ഉള്ളൂ. ആ സമയത്ത് നമുക്ക് ലൂസായിപ്പോയി, ഇച്ചിരി കൂടെ മാവ് വേണം തോന്നുകയാണെങ്കിൽ അപ്പോൾ ഇച്ചിരി ആട്ടയും കൂടി ഇട്ട് കൊടുത്തിട്ട് ആ കറക്റ്റ് പാകത്തിന് നമുക്ക് കുഴച്ചെടുക്കാൻ സാധിക്കും. അത്രേ ഉള്ളൂ, സോ സിമ്പിൾ. അപ്പോൾ അതൊരു സൈഡിൽ ഇരിക്കട്ടെ. എന്നിട്ട് ഞാൻ കൈ കഴുകിയിട്ടൊക്കെ വരാം. മുട്ടയ്ക്ക് വേണ്ട കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഓംലെറ്റിനൊക്കെ ചെയ്യുന്ന പോലെ ജസ്റ്റ് ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിയാം. അപ്പോൾ സെറ്റായി കേട്ടോ. മുട്ടയ്ക്ക് ആവശ്യമുള്ള ഉള്ളിയും പച്ചമുളകും. ഇനി ഒരു 4 മുട്ട പൊട്ടിച്ച് ഒഴിക്കാം. മുട്ടയ്ക്ക് ആവശ്യമായ ഉപ്പ്. ഇതിൻ്റെ കൂടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും. ഇതൊരു സൈഡിലിരിക്കട്ടെ. അപ്പോൾ മുട്ട ഒരു സൈഡിൽ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചു. ഇനി എന്താ, ഞാൻ കുഴച്ച് വെച്ച മാവ് ഞാൻ വീണ്ടും ഓപ്പൺ ചെയ്യണം. അപ്പോൾ ഒരു 10 മിനിറ്റ് ആയല്ലോ. ഒരല്പം ഗോതമ്പ് മാവ് ഒരു പാത്രത്തിലിങ്ങനെ, ഇത് കണ്ടല്ലോ നമ്മൾ കുഴച്ച് വെച്ചിരുന്നത്. അപ്പോൾ കയ്യിൽ ഒട്ടാത്ത രീതിയിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഒരല്പം സ്റ്റിക്കിയാണെന്ന് തോന്നുകയാണെങ്കിൽ ഇങ്ങനെ കുറച്ച് മാവും കൂടി ഇട്ടിട്ട് അങ്ങനെ നമ്മളുടെ പൊറാട്ടയുടെ മാവ് ഇവിടെ റെഡി. എഗ് പൊറാട്ടയ്ക്ക് വേണ്ടി ചപ്പാത്തി മാവ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും സെറ്റ്. മുട്ട റെഡി, മാവ് റെഡി, പിന്നെന്താ നമ്മുടെ ചപ്പാത്തിക്കല്ലും റെഡി, പരത്താനുള്ള കല്ലും റെഡി. അപ്പോൾ ഇതിൽ നിന്നും മാവ് കുഴച്ച് വെച്ചിരിക്കുന്നതിൽ നിന്നും സാധാരണ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ തന്നെ സെയിം ഒരു വലിയ നാരങ്ങയുടെ വലിപ്പത്തിൽ ഉരുട്ടിയെടുക്കാം. സാധാരണ ചപ്പാത്തിക്കെല്ലാം റൗണ്ട് ചെയ്തെടുക്കുന്ന പോലെ തന്നെയാണ്. ഇങ്ങനെ നമ്മളൊരു റൗണ്ട് ഷേപ്പിൽ പരത്തിയിട്ട് ഇനി ചെയ്യേണ്ട കാര്യം, ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യ് തടണം. ഒരല്പം നെയ്യ്. നെയ്യ് ആണ് ഞാനിപ്പോൾ തടവുന്നത്. നെയ്ക്ക് പകരം എണ്ണ ആയാലും മതി. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ചിങ്ങനെ ഗോതമ്പ് മാവ് ഇങ്ങനെ ഇട്ട് കൊടുക്കും. എന്നിട്ട് ഇതിൻ്റെ ഒരു 3/4 മുക്കാൽ ഭാഗം വരെ വരുന്ന രീതിയിൽ ഇങ്ങനെ മടക്കുക. എന്നിട്ട് ഈ ഭാഗത്തും കുറച്ച് നെയ്യ്, ഇവിടെയും കുറച്ചിങ്ങനെ മാവിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ബാക്കി 1/4 കൂടി മടക്കുക.
എന്നിട്ട് ഇതിൻ്റെ മുകളിലും ഇത് നെയ്യാകാം എണ്ണയാകാം, എന്താണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പക്ഷേ ഈ ഫോൾഡ് കറക്റ്റ് ആയിരിക്കണം, ഇങ്ങനെ പുരട്ടിയിട്ടേ മടക്കാവുള്ളൂ. നെയ്യോ എണ്ണയോ ഏതായി. ഇതും അതുപോലെ തന്നെ ഒരു 3/4 ഭാഗം ഇങ്ങോട്ടും അപ്പോൾ ഒരു സ്ക്വയർ പീസായിട്ട് കിട്ടും. ഇറ്റ് ബിക്കംസ് എ സ്ക്വയർ. ഓക്കെ, ഇതാണ് വേണ്ടത് നമുക്ക്. ഇങ്ങനെ നമ്മൾ സ്ക്വയറായിട്ട് കിട്ടിയല്ലോ. ഇനി ഇത് സാധാരണ പരത്തുന്ന പോലെ തന്നെ അങ്ങ് പരത്തുക. ഒരു സ്ക്വയർ ഷേപ്പിൽ തന്നെ പരത്തും കിട്ടും. ഇനി നമ്മൾ റൗണ്ട് അല്ല വേണ്ടത്, നമുക്കിങ്ങനെ സ്ക്വയർ തന്നെയാണ് വേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് ഇത് ചുടാം. അപ്പോൾ നമ്മളൊരു പൊറോട്ട ഇടുന്നു. ഇനി ഇത് മുട്ട പൊറോട്ട ആകുന്ന പ്രോസസ്സാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ബബിൾസ് വന്ന് തുടങ്ങുമ്പോൾ സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ ചെയ്യുന്ന പോലെ തിരിച്ചു. അപ്പം മറു സൈഡിൽ നിന്ന് ഇങ്ങനെ പൊള്ളി പൊള്ളി ഇങ്ങനെ വരുന്നതാണ് കാണുന്നുണ്ടല്ലോ. നമ്മളൊരു സ്ക്വയർ ഷേപ്പിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീണ്ടും ഇത് തിരിച്ചിടണം. അപ്പോൾ നന്നായിട്ടിങ്ങനെ പൊള്ളി വരും. അപ്പോൾ ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഇളകി തുടങ്ങും. ഇതേ നോക്കിയേ, അതിൻ്റെ ഒരു പോക്കറ്റ് പോലെ ഇങ്ങനെ ഇളകാൻ പാകമായിട്ട് വരും. തിരിച്ച് മറിച്ചിട്ടിട്ട് ഈ ഒരു സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്ലേറ്റിലേക്ക് മാറ്റാം. ഇങ്ങനെ പൊള്ളി ഇരിക്കുന്നത് പ്ലേറ്റിലേക്ക് മാറ്റും. എന്നിട്ട് ഈ ഇങ്ങനെ പൊള്ളി വരുന്നുണ്ടല്ലോ, ഈ ഭാഗം നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്യുന്നു. കാണാമല്ലോ, ഒരു ലെയർ, ഒരു പാളി ഇങ്ങനെ ഓപ്പൺ ആക്കും. എന്നിട്ട് അതിനകത്തേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു മുട്ടയുടെ മിശ്രിതം, നമ്മൾ ഓംലെറ്റ് പോലെ റെഡിയാക്കി വെച്ചിരിക്കുന്നില്ലേ, അത് ആവശ്യത്തിന് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാണിത് മുട്ട പൊറോട്ടയായി മാറുന്നത്. ഇതിനായല്ലോ. ഇനി ഇത് അടയ്ക്കുന്നു. എന്നിട്ട് ഇത് അതുപോലെ എടുത്ത് നമ്മൾ വീണ്ടും ദോശക്കല്ല് അല്ല ചപ്പാത്തി കല്ലിലേക്ക് മാറ്റും. ഇങ്ങനെ വയ്ക്കും. ഇത് സ്റ്റിക്ക് ചെയ്തിരിക്കുകയാണല്ലോ. ഇനി ഇത് നമ്മൾ തിരിച്ചിടുന്നു. ആ സൈഡിൽ ഇങ്ങനെ മുട്ട നന്നായിട്ടൊന്ന് വേകണം. ഈ സമയത്ത് കുറച്ച് നെയ്യോ എണ്ണയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേണമെങ്കിൽ തടവി കൊടുക്കുക. അതല്ല നെയ്യൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ ഡ്രൈ ആയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെയാകാം. ഓക്കെ, ആ മുട്ടയെല്ലാം നന്നായിട്ട് സെറ്റായി കഴിയും. കണ്ടില്ലേ, അതിലേക്ക് ഈ ഭാഗത്തും നെയ്യോ എണ്ണയോ വെച്ച് തേക്കണമെന്നുണ്ടെങ്കിൽ തേക്കാം. ഇനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ എഗ് പൊറോട്ട 1 is റെഡി. ഇനി ബാക്കിയിരിക്കുന്ന മാവും ഇതുപോലെ തന്നെ ഞാനിങ്ങനെ ഉണ്ടാക്കാൻ പോവാണ്. രണ്ടാമത്തെ മുട്ട പൊറോട്ടയും റെഡി. വീണ്ടും മുട്ട പൊറോട്ട, അങ്ങനെ 3 എണ്ണം റെഡി. ഇനി ബാക്കി ഇതുപോലെ തന്നെ ഞാൻ ചെയ്യാൻ പോവാണ്. ആക്ച്വലി വളരെ സിമ്പിളൊരു പ്രോസസ്സാണിത്. നമ്മളിതെല്ലാം തന്നെ പരത്തി വെച്ചിട്ട് തുടങ്ങുകയാണെങ്കിൽ ഏറ്റവും എളുപ്പമായിരിക്കും. ഇപ്പം ഞാൻ ഒരു 3-4 എണ്ണമായി. അപ്പോൾ ഈ അളവിൽ നിന്നൊരു 10-12 നമുക്ക് എഗ് പൊറാട്ടാസ് ഉണ്ടാക്കാം. ഇപ്പം 4 മുട്ടയാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഈ 4 മുട്ട ഏകദേശം അത്ര തന്നെ മതിയാകും. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേജിലാക്കിയിട്ടാണ് നമ്മൾ പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റുന്നു. എന്നിട്ടത് ഓപ്പൺ ചെയ്തിട്ടാണ് അകത്ത് മുട്ട ഫില്ല് ചെയ്യുന്നത്. അതാണ് എളുപ്പം. അപ്പോൾ ഈസി ആയിട്ട് തന്നെ എഗ്ഗ് ഫില്ല് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റി അതിൻ്റെ ഓപ്പണിങ് കണ്ടുപിടിക്കുക, എന്നിട്ട് തുറക്കുക, അത് കഴിഞ്ഞിട്ട് അതിനകത്ത് ഫില്ല് ചെയ്യുക. അപ്പോൾ ഈസിയാണ്, സിമ്പിൾ. കമിഴ്ത്തിയിടാം.
ആ സൈഡ് പാകത്തിനാകുമ്പോൾ തിരിച്ചു. അപ്പോൾ ആ മുട്ട അപ്പോഴത്തേക്കും വേകും. അത്ര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം. പിന്നെ ചിലർക്ക് ഇങ്ങനെ മുട്ടയും നെയ്യും കൂടെ ഉള്ള കോമ്പിനേഷൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നെയ്ക്ക് പകരം എണ്ണ നല്ല ഓപ്ഷനാണ്. അപ്പോൾ കഴിക്കുന്ന സമയത്താണ് ആ മുട്ട നമുക്കിങ്ങനെ കിട്ടുന്നത്. നല്ല ഒരു സാലഡും കൂട്ടി കഴിച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്നറിയാം, എക്സലൻ്റ് ആയിരിക്കും. ആക്ച്വലി നമ്മളുടെ ഈ ഒരു മുട്ട പൊറോട്ട ഉണ്ടാക്കാനായിട്ട് സിമ്പിളാണ്, ഭയങ്കര ഈസിയാണ്. ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചപ്പാത്തി പോലെ ഉള്ള എല്ലാ പൊറോട്ടാസും ഇതുപോലെ സ്ക്വയറായിട്ട് നമ്മൾ പരത്തി വയ്ക്കുക. ആദ്യം എല്ലാം ഷേപ്പ് ചെയ്ത് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് പരത്തി ഒരു പാത്രത്തിലേക്ക് ഇടുക. അത് കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നിമിഷങ്ങൾ കൊണ്ട് ആകും. അതാണ് അതിൻ്റെ ഒരു സ്റ്റൈൽ. അപ്പം ഞാനിപ്പോൾ ഏതാണ്ട് ഒരു 4-5 എണ്ണം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ബാക്കിയിരിക്കുന്ന മാവ് ഇതുപോലെ പരത്തി വെച്ചു. അപ്പോൾ ഫോൾഡിങ് ആ സ്ക്വയർ ഷേപ്പ് ആക്കുക. അത് കഴിഞ്ഞിട്ട് അതങ്ങനെ സ്ക്വയർ ഷേപ്പ് ആക്കി ആദ്യം എല്ലാം വയ്ക്കുക, ഫോൾഡ് ചെയ്ത്. അത് കഴിഞ്ഞിട്ട് എല്ലാം ഇങ്ങനെ റോൾ ചെയ്ത് വയ്ക്കുക പ്ലേറ്റിൽ. പിന്നെ ഒന്നിച്ചങ്ങ് ചുടുക. അപ്പോൾ അകത്തിങ്ങനെ എന്നിട്ട് ഓരോന്നും എടുത്ത് പോക്കറ്റ് തുറക്കുക, മുട്ട ഫില്ല് ചെയ്യുക, വീണ്ടും അടുപ്പിൽ വയ്ക്കുക, തിരിച്ച് മറിച്ചിട്ട് വേവിക്കുക. അതാണ് എൻ്റെ ടെക്നിക്ക്. ഓക്കെ, അപ്പോൾ അളവ് ഞാൻ പറഞ്ഞു. ഇതിൽ നിന്ന് നമുക്കൊരു 12 നല്ല സൈസ് ഷേപ്പിലുള്ള എഗ് പൊറാട്ടാസ് തയ്യാറാക്കാം. അങ്ങനെ ഞാൻ എൻ്റെ ലാസ്റ്റ് എഗ് പൊറാട്ട ചെയ്തുകൊണ്ടിരിക്കുവാണ്. ലാസ്റ്റ് വൺ. എന്ത് ഈസി അറിയോ, ഒരു പാടുമില്ല. വിചാരിക്കുന്ന പോലെയല്ല. നമുക്ക് തോന്നും പാടാണോ എന്നൊക്കെ തോന്നും, ഒട്ടുമല്ല. പരത്തി കഴിഞ്ഞാൽ എല്ലാം ഈസിയാണ്. ആ ഒരു സ്ക്വയർ ഷേപ്പ് ആക്കുക എന്നുള്ളൊരു ടൈമിംഗ് ഉണ്ടല്ലോ, അത് കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം വളരെ ഫാസ്റ്റാണ് എല്ലാം. അതായത് ആദ്യം ഒന്ന് റൗണ്ടായിട്ട് നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ പരത്തിയല്ലോ, അത് കഴിഞ്ഞിട്ട് അതിനെ ഫോൾഡ് ചെയ്യുന്നൊരു പ്രോസസ്സ് ഞാൻ കാണിച്ചു തന്നു. അത് കഴിഞ്ഞ് എല്ലാത്തിനെയും സ്ക്വയർ ആക്കി വെക്കുക. പിന്നെ ഒന്നിച്ച് എല്ലാ സ്ക്വയറായിട്ട് പരത്തിയെടുക്കുക. സംഭവം റെഡി. പിന്നെ ഇത് കഴിക്കുമ്പോഴേ അതിൻ്റെ രുചി അറിയാൻ പറ്റുള്ളൂ. കറക്റ്റ്, ഫിനിഷ്ഡ്. അപ്പം ഈ ഇത്രയും 4 മുട്ട തന്നെ ധാരാളം മതിയാണ്. എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു അവസാനം. ഇപ്പോൾ 12 എണ്ണത്തിന് തികഞ്ഞു. ഇത് ട്രൈഡ് ഔട്ട് റെസിപ്പിയാണ്, അതുകൊണ്ട് തെറ്റ് വരാൻ സാധ്യതയില്ല. കാര്യം ഇത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ മാജിക് അവറിൽ കാണിച്ചിട്ടുള്ളതാണ്, എഗ് പൊറാട്ടാസ്. അപ്പോൾ ഒരു ഫാമിലിക്ക് 12 എഗ് പൊറോട്ടയിൽ കൂടുതൽ എന്താ വേണ്ടത്? ഇത് ഒരാൾ ഒരു 2 എണ്ണത്തിൽ കൂടുതലൊന്നും കഴിക്കില്ല കേട്ടോ. അപ്പോൾ നല്ലൊരു റൈത്ത പോലെ ഒരു സാലഡ് ഉണ്ടാക്കി വയ്ക്കുക. അത് മാത്രം മതി. ഉള്ളിയും ടൊമാറ്റോയും പച്ചമുളകും കുറച്ച് തൈര്, പുളിയില്ലാത്ത തൈരൊക്കെ ഇട്ടിട്ടൊരു നല്ലൊരു റൈത്ത, അത് നല്ല കോമ്പിനേഷൻ ആയിരിക്കും. ഓക്കെ, അതല്ലെങ്കിൽ ഏതെങ്കിലും കറിയുടെ കൂടെയും കഴിക്കാം. അപ്പം ഞാനൊന്ന് കഴിച്ച് കാണിക്കാമല്ലേ. എടുത്ത് കഴിക്കുമ്പോൾ അകത്തൊരു ഓംലെറ്റ് ആട്ടോ. നമുക്കിങ്ങനെ കഴിക്കാൻ എടുക്കുമ്പോൾ നോക്കിയേ, ഇങ്ങനെ മടക്കുന്നൊക്കെ അകത്തൊക്കെ ഇങ്ങനെ തുറന്നു വരുമ്പോൾ നമ്മുടെ മുട്ട കാടാം. എന്താ ടേസ്റ്റ് എന്നറിയാം. ഇതെല്ലാം കണ്ടുകൊണ്ട് കഴിക്കാം. യെസ്, സോഫ്റ്റ് ഫ്ലഫി. ഓക്കെ, ചൂടോടുകൂടി കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ ലെയറായിട്ട് ഇറങ്ങി വരുന്ന പൊറോട്ടാസ്. ഒന്നും വേണ്ട, സൈഡായിട്ടും ഇങ്ങനെ തന്നെ കഴിക്കാം. സോ ഡാം ടേസ്റ്റി. അതായത് എന്നും നമ്മൾ ചപ്പാത്തി വെറുതെ സിമ്പിൾ ചപ്പാത്തി വിത്ത് കറി കഴിക്കുന്നതിനെക്കാട്ടിലും എന്തെങ്കിലും വ്യത്യാസമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ചെയ്യണ്ടേ. അപ്പോൾ അതിന് പറ്റിയൊരു ഓപ്ഷനാണ്, ഒരു വേരിയേഷൻ, നമ്മുടെ എഗ് പൊറാട്ട. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പിന്നെന്താ, ഫീഡ്ബാക്ക്സ് തരിക. അപ്പോൾ ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക, എനിക്കൊരു ലൈക്ക് തരിക, അത് നല്ലൊരു കമൻറ്റ് വിടുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. Thank you for watching and keep on watching Lekshmi Nair vlogs.